നമസ്തേ. ഇന്ന് ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായമാണ്. കലിയുഗത്തിലെ രാജവംശങ്ങളുടെ വർണ്ണനയാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധ അഥ പ്രഥമോധ്യായ. രാജോവാച. സ്വധാമാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ കസ്യ വംശോ ഭവൽപൃഥ്യാ മേ ദദാ ചക്ഷ്വമേ മുനേ. ശ്രീശുക ഉവാച. യോऽന്ത്യഃപുരഞ്ജയോ നാമ ഭാവ്യോ ബാർഹദ്രഥോ നൃപ തസ്യാമാത്യസ്തു ശുനകോ ഹത്വാ സ്വാമിനമാത്മജം. പ്രദ്യോതസംജ്ഞം രാജാനം കർത്താ യത്പാലകസുതാ വിശാഖയൂപസ്തത്പുത്രോ ഭവിതാ രാജകസ്തദാ. നന്ദിവർദ്ധനസ്തത്പുത്ര പഞ്ചപ്രദ്യോതനാ ഇമേ അഷ്ടത്രിംശോത്തരശതം ഭോക്ഷ്യന്തി പൃഥിവീം നൃപാം. ശിശുനാഗസ്തതോ ഭാവ്യ കാകവർണസ്തു തൽസുത ക്ഷേമധർമാ തസ്യ സുതാ ക്ഷേത്രജ്ഞ ക്ഷേമധർമ്മജ. വിധിസാരസുതസ്തസ്യാജാതശത്രുർഭവിഷ്യതി ദർഭഗസ്തൽസുതോ ഭാവേ ദർഭഗസ്യാജയ സ്മൃത. നന്ദിവർദ്ധന ആജേയോ മഹാനന്ദിസുതസ്തദാ ഇഷുനാഗാദശൈവൈതേ ഷഷ്ട്യുത്തരശതത്രയം സമാഭോക്ഷ്യന്തി പൃഥിവീം കുരുശ്രേഷ്ഠകലൗ നൃപ. മഹാനന്ദിസുതോ രാജൻ ശൂദ്രീഗർഭോദ്ഭവോ ബലി മഹാപത്മവതി കശ്ചിന്നന്തക്ഷത്രവിനാശകൃ തതോ നൃപാ ഭവിഷ്യന്തി ശൂദ്രപ്രായാസ്ത്വധാർമ്മികാ. സ ഏകച്ഛത്രാം പൃഥിവീമനുല്ലംഘിതശാസന ശാസിഷദ്ദി മഹാപത്മോ ദ്വിതീയ ഇവ ഭാർഗവാം. തസ്യ ചാഷ്ടൗ ഭവിഷ്യന്തി സുമാല്യപ്രമുഖാ സുതാ യ ഇമാം ഭോക്ഷ്യന്തി മഹീം രാജാനസ്മ ശതം സമ. നവനന്ദാൻ ദ്വിജ കശ്ചിത് പ്രപന്നാനുദ്ധരിഷ്യതി തേഷാമഭാവേ ജഗതിം മൗര്യാ ഭോക്ഷ്യന്തി വൈ കലൗ. സ ഏവ ചന്ദ്രഗുപ്തം വൈ ദ്വിജോ രാജ്യേഭിഷേക്ഷ്യതി തൽസുതോ വാരിസാരസ്തു തതശ്ചാശോകവർദ്ധന. സുയശാ ഭവിതാ തസ്യ സങ്കദസുയശസ്സുതാ ശാലിശൂകസ്തതസ്തസ്യ സോമശർമാ ഭവിഷ്യതി. ശതധന്വാ തതസ്തസ്യ ഭവിതാ തദ്ബൃഹദ്രഥാ മൗര്യാ ഹ്യേതേ ദശ നൃപാ സപ്തത്രിംശച്ഛതോത്തരം സമാഭോക്ഷ്യന്തി പൃഥിവീം കലൗ കുരുകുലോദ്വഹ. ഹത്വാ ബൃഹദ്രഥം മൗര്യം തസ്യ സേനാപതി കലൗ. പുഷ്പമിത്രസ്തു ശുംഗാഹ്വ സ്വയം രാജ്യം കരിഷ്യതി അഗ്നിമിത്രസ്തതസ്തസ്മാ സുജ്യേഷ്ഠോധ ഭവിഷ്യതി. വസുമിത്രോ ഭദ്രകശ്ച പുളിന്ദോ ഭവിതാ തഥാ തതോ ഘോഷസുതസ്തസ്മാ വജ്രമിത്രോ ഭവിഷ്യതി. തതോ ഭാഗവതസ്തസ്മാദ്ദേവഭൂതിരിതി ശ്രുത ശുംഗാദശൈതേ ഭോക്ഷ്യന്തി ഭൂമിം വർഷശതാധികം. തതഃ കണ്വാനിയം ഭൂമിർ യാസ്യത്യൽപഗുണാൻ നൃപ. ശുംഗം ഹത്വാ ദേവഭൂതിം കണ്വോ മാത്യസ്തു കാമിനം. സ്വയം കരിഷ്യതേ രാജ്യം വസുദേവോ മഹാമതി തസ്യ പുത്രസ്തു ഭൂമിത്രസ്തസ്യ നാരായണസുതാ. നാരായണസ്യ ഭവിതാ സുശർമാ നാമ വിശ്രുത. കാണ്വായന ഇമേ ഭൂമിം
चत्वारिंशच्च पञ्चज शतानि त्रीणि भोक्ष्यन्ति वर्षाणां च कलौ युगे हत्वा काण्वं सुशर्माणं तद्भृत्यो वृषलो बली गां भोक्ष्यत्यन्ध्रजातीय कञ्चिक्कालमसत्तम कृष्णनामाथ तद्भ्राता भविता पृथिवीपति श्रीशान्तकर्णस्तत्पुत्र पौर्णमासस्तु तत्सुधा लम्बोदरस्तु तत्पुत्रस्तस्माच्चिबिलगो नृप मेघस्वादिश्चिबिलगातडमानस्तु तस्य च अनिष्टकर्माहालेयस्तलगस्तस्य जात्मज पुरीषभीरुस्तत्पुत्रस्ततो राजा सुनन्दना चकोरो बहवो यत्र शिवस्वादिररिन्दम तस्यापि गोमती पुत्र पुरीमान् भविता ततः मेधः शिरा शिवस्कन्धो यज्ञश्रीस्तल्सुधस्तदा विजयस्तल्सुधो भाव्यश्चन्द्रविज्ञा सलोमधी एते त्रिंशन्नृपदयश्चत्वार्याब्दशतानि च षट्पञ्चाशच्च पृथिवीं भोक्ष्यन्ति कुरुनन्दनाम् सप्ताभीरा आवभृत्या दशगर्धभिनो नृप कङ्का षोडश भूपाला भविष्यन्त्यतिलोलुपा तदोष्टौ यवना भाव्या चतुर्दश तुरुष्कका भूयो दश गुरुण्डाश्च मौना एकादशैवतु एते भोक्ष्यन्ति पृथिवीं दशवर्षशतानि च नवाधिकां च नवतिं मौना एकादशक्षितिं भोक्ष्यन्त्यब्धशतान्यङ्ग त्रीणि तैः संस्थिते तदा किलिकिलायां नृपतयो भूतनन्दोऽधवङ्गिरिः शिशुनन्दिश्च तद्भ्राता यशोनन्दिप्रवीरक इत्येते वै वर्षशतं भविष्यन्त्यधिकानि षट् तेषां त्रयोदशसुता भवितारश्च बाल्हिकां पुष्पमित्रोऽधराजन्यो दुर्मित्रोऽस्य तथैव च एककाला इमे भूप सप्तान्ध्रा सप्तकोसला विदूरपदयो भाव्या निषधास्तद एव हि मागधानां तु भविता विश्वस्फूर्जित पुरञ्जया करिष्यत्यपरो वर्णान् पुलिन्दयदुमद्रगान् प्रजाश्च ब्रह्मभूयिष्ठ स्थापयिष्यति दुर्मति वीर्यवान् क्षत्रमुल्साद्य पद्मवत्यां स वैपुरी अनुगङ्गामाप्रयागं गुप्तां भोक्ष्यति मेदिनीं सौराष्ट्रावन्द्याभीराश्च शूर अर्बुदमाळवा व्रात्याद्विजा भविष्यन्ति शूद्रप्राया जनाधिपा सिन्धोस्तडं चन्द्रभागं कौन्दीं काश्मीरमण्डलं भोक्ष्यन्ति शूद्रा व्रात्याद्याम्लेच्छाश्च ब्रह्मवर्चसाम् तुल्यकाला इमे राजन्म्लेच्छप्रायाश्च भूभृता एधे धर्मानुदपरा फल्गुदास्तीव्रमन्यव स्त्रीबालगोद्विजघ्नाश्च परदाराधनादृता उदितास्तमिदप्राया अल्पसत्त्वाल्पगायुष असंस्कृता क्रियाहीना रजसा तमसावृता प्रजास्ते भक्षयिष्यन्ति म्लेच्छा राजन्यरूपिण तन्नाथास्ते जनपदास्तच्छीलाचारवादिन अन्योन्यतो राजभिश्च क्षयं यास्यन्ति पीडिता श्रीहरे नारायण हरि ओं तत्सत् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे प्रथमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द।